എൻ പ്രിയൻ ഓ നല്ലവൻ, എൻ പ്രിയൻ ഓ നല്ലവൻ. ഈ വിധ സ്നേഹിതൻ പാരില, ഈ വിധ സ്നേഹിതൻ പാരില. വീണ്ടെടുത്തു എന്നെ തൻ ചോരയാൽ, വീണ്ടെടുത്തു എന്നെ തൻ ചോര. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 21 അധ്യായം 19 വാക്യം. ദൈവം തൻ്റെ അകൃത്യം അവൻ്റെ മക്കൾക്കായി സംഗ്രഹിച്ച് വയ്ക്കുന്നു എന്നുള്ള വാക്യമാണ്. ആ വാക്കിൻ്റെ യഥാർത്ഥമായ ചിന്തയെന്ന് പറയുന്നത് പിതാക്കന്മാരുടെ അകൃത്യം മക്കളിലേക്ക് കടന്നു വരികയും അതിൻ്റെ ദോഷഫലങ്ങൾ മക്കൾ അനുഭവിക്കുകയും ചെയ്യേണ്ടതായ ഒരു പശ്ചാത്തലത്തെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, നാം ആരാണെന്നും നാം എങ്ങനെ ജീവിക്കണമെന്നും ആഴമായി നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. ഞാൻ ദുഷ്ടതയുടെയും തിന്മയുടെയും അനീതിയുടെയും അകൃത്യത്തിൻ്റെയും പാപത്തിൻ്റെയും വഴികളിലൂടെ യാത്ര ചെയ്ത് ദൈവത്തെ ശരണമാക്കാതെ ജീവിതം മുൻപോട്ട് കഴിക്കുന്നെങ്കിൽ അത് ദൈവസന്നിധിയിൽ ദോഷമായി ഭവിക്കുമെന്ന് ഓർപ്പിക്കുകയാണ്. മാത്രമല്ല, ദൈവത്തോട് കൂടെ വസിപ്പാൻ വേണ്ടി ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടിട്ടുള്ള ഓരോരുത്തരും അവരുടെ തലമുറയുടെ നന്മയ്ക്ക് വേണ്ടിയും തിന്മ വിട്ട് ജീവിപ്പാൻ അധികം ഉത്സാഹിക്കണമെന്ന് ബോധ്യപ്പെടുത്തുക കൂടിയാണ്. വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന അബ്രഹാമിനെ സംബന്ധിച്ച് നാം ബൈബിൾ ശാന്തമായി പരിശോധിച്ചു നോക്കുമ്പോൾ 12-15 അധ്യായങ്ങളിലായി 2 ആഴമായ ചിന്തകൾ കാണുവാൻ കഴിയുന്നുണ്ട്. 12-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം പറയുന്നത്, യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു എന്നാണ്. നീ വന്നെത്തിയിരിക്കുന്ന ഈ പട്ടണം നിനക്കും നിന്റെ തലമുറയ്ക്കും നൽകാം എന്നുള്ള വാഗ്ദത്തം ഇരിക്കെ, ദൈവത്തെ വിശ്വസ്തയോടുകൂടി ആരാധിപ്പാൻ വേണ്ടി വിളിച്ചു വേർതിരിച്ച അബ്രഹാം ആരാധനയിൽ പിഴവ് സംഭവിപ്പിച്ചത് 15-ാം അധ്യായത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഉടമ്പടിയുടെ യാഗം കഴിപ്പാൻ വേണ്ടി വന്ന അബ്രഹാം കുറുംപ്രാവിനെ അല്ലെങ്കിൽ പ്രാങ്കുഞ്ഞിനെ പിളർക്കായിക കൊണ്ട് ആ യാഗത്തിൽ റാഞ്ചൻ ഇറങ്ങുകയും ആ റാഞ്ചൻ ഇറങ്ങിയപ്പോൾ അതിനെ ആട്ടിക്കളയുവാൻ പരിശ്രമിക്കുന്ന അബ്രഹാമിന് ഒരു അന്ധത ഉണ്ടാകുകയും ഒരു ഭീതി അവൻ്റെ മേൽ വീഴുകയും ചെയ്തു. ആ സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞത്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായി പോകേണ്ടി വരും, ആ ദേശക്കാരെ സേവിക്കേണ്ടി വരും എന്ന് പറയുകൂടെ ചെയ്യുകയാണ്. നാം ചിന്തിക്കണം, ഒരാരാധനയുടെ പിഴവ് തലമുറയ്ക്ക് 400 സംവത്സരത്തെ അടിമത്വത്തിലേക്ക് നയിച്ചുവെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൽ അനുവർത്തിക്കുന്നതായ ജീവിത സാഹചര്യവും ആരാധന സംബന്ധിച്ച കാര്യങ്ങളിലും നമ്മുടെ തലമുറയ്ക്കൂടെ നന്മയായി വരേണ്ടതിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിതം കഴിക്കുന്നവരായി തീരുവാൻ ഉത്സാഹിക്കാം. അതിന് ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ തിന്മ പ്രവർത്തിച്ച്, ഞങ്ങൾ ദോഷം പ്രവർത്തിച്ച്, ഞങ്ങൾ പാപ വഴിയിലൂടെ നടന്ന് ഞങ്ങളുടെ മക്കൾക്ക്
അത് ദോഷമായി വരാതിരിക്കേണ്ടതിന് ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ ദൈവത്തിന് സന്നിധിയിൽ വിശുദ്ധിയിൽ നിലനിർത്തി ജീവിക്കുവാനുള്ള പ്രാപ്തിയും കൃപയും നൽകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ വിശുദ്ധ ജീവിതം ഞങ്ങളുടെ തലമുറയ്ക്ക് നന്മയായി വരുവാനും കാരണമാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.